ഓണമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നേ. ഓ എന്താ ഓണോ പണ്ടത്തെ രസമില്ല എന്തോ. എടാ എന്താണെന്നറിയോ, നേരത്തെയൊക്കെ നമുക്ക് തോക്കും പൊട്ടാശ് ഓണപ്പന്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഓണ സമയത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടത്തുള്ളൂ. അത് പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ട് ഇല്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാശുണ്ട്, എപ്പോൾ വേണേലും പോയി വാങ്ങിക്കാം, കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അതാ അതുപോലെ തന്നെ നമ്മുടെ ഓണക്കോഴിയൊക്കെ അത് നമ്മൾ അന്ന് ആ സമയത്ത് മാത്രമേ നമുക്ക് ഓണക്കോഴിയൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോഴാണ് പോയി മേടിക്കാം, നമ്മുടെ കാശുണ്ട്. അങ്ങനെ ഇല്ലടാ, നേരത്തെ നമ്മൾ വല്ലവരും പറയുമ്പോൾ പോയി പൂ പറിക്കുകയോ ചീത്തുള്ളി കേൾക്കുകയോ. ഇപ്പൊ അങ്ങനെയൊന്നുള്ള പരിപാടിയില്ലല്ലോ. ഇപ്പൊ വേണമെങ്കിൽ പോയി തലേനെ പോയി പൂ വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് രാവിലെ ഇടുക. ഇപ്പൊ ആരും പൂ മേടിക്കുന്നത്, ഇപ്പൊ ഫുള്ള് റെഡിമെയ്ഡ് അല്ലയോ. അത് മേടിക്കുക, കൊണ്ടിടുക, പിന്നെ മടക്കി വെക്കുക, പിറ്റേ വർഷത്തേക്ക് എടുത്തിടുക. അപ്പൊ അത് തന്നെ അതുകൊണ്ടായിരിക്കും പഴയ ഓണത്തിന് ഒരു സുഖം കിട്ടാൻ. പക്ഷെ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊക്കെ അത് കിട്ടുന്നുണ്ടായിരിക്കും, അവരുടെ പൈസ ഒന്നുമില്ലല്ലോ. അതുകൊട്ടെ തിരുവോണത്തിന് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ അമ്പൂലിയെ കെട്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ. ഓ അതൊന്നും പറയാതിരിക്കുക നല്ലത്. 4 പേരും 4 ഡിസൈനും കൊണ്ടാ വന്ന അത്തപ്പൂവിന്റെ. അതിന്റെ ഒരാളെടുക്കുന്ന കളർ ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അത് ഇവിടെ ഇടാൻ സമ്മതിക്കത്തില്ല, അത് മറ്റേ അടുത്ത് ഇടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പിന്നെ 4 പേരും 4 അത്തം ഇട്ട്. അപ്പൊ നാളെ ഞാനല്ലോടാ. അതങ്ങനെ ഓരോരുത്തരും ഒരേ അത്തം ഇട്ട് കഴിഞ്ഞപ്പോ ബാക്കി കുറെ പൂവൊന്നില്ല, അതിലൂടെ വാരി ഒരത്തം ഇട്ട് അങ്ങനെ 5 അത്തമായി. വീട്ടിൽ എണ്ണ കൂടുതലാകത്തല്ലോ കാര്യമായി.